ചാൾസ് കൊടുത്തിട്ടുണ്ട് ചായ രോഗസൗഖ്യം നിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അതിലുണ്ടതൊക്കെ Praise the Lord. Hallelujah. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. അമ്മമാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായ
ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധനാമത്തിനും സ്തുതി. ദൈവത്തിന്റെ ആത്മീയ ശക്തി നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്തുവാൻ, നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാൻ, നമ്മുടെ ശരീരത്തിന് ഒരു പുതിയ സൗഖ്യം തരുവാൻ, നമ്മുടെ ജീവിതങ്ങളിലേക്ക് അഭിഷേകമായിട്ട് കടന്നു വരട്ടെ. നമുക്ക് ആഗ്രഹിച്ച് കരങ്ങൾ നമുക്ക് തുറന്നു പിടിക്കാം. ഓ ഭാവനാത്മാവേ, ശൂന്യത അറിയുന്ന ഈ താഴ്വരയിൽ ജീവനില്ലാത്ത എന്റെ ജീവിതത്തിന്റെ മേൽ നീ വീശണമേ എന്നുള്ള ഈ ഗാനത്തിന്റെ വരികൾ നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനാമത്തെ വലിയ ദാഹത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. ഭാവനാത്മാവേ, നീ എന്നെ നിറഞ്ഞിടുക. ഓ ഭാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവിതത്തിൽ വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. ഭാവനാത്മാവേ, നീ എന്നെ നിറഞ്ഞിടുക. പരിശുദ്ധനാമം വിളിച്ച് സൗഖ്യം നൽകുന്ന പരിശുദ്ധനാമം, ശക്തി പകരുന്ന പരിശുദ്ധനാമം, വിടുതൽ തരുന്ന പരിശുദ്ധനാമം ചേർന്ന് സ്തുതി ചെയ്യും. Praise the Lord. Hallelujah. Hallelujah. ഇരുന്ന് കർത്താവ് സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ നിറവിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക, എൻ്റെ ദൈവം ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് വിളിച്ചു പറയുവാൻ, അതിലൂടെ വിടുതൽ തരുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്, എനിക്കും മനസ്സുണ്ടെന്ന് പറയുമ്പോൾ അത് വെളിപ്പെടുത്തലുകൾ കിട്ടും. സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്താതെ നമുക്കൊന്നും നൽകില്ല, ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ദൈവം ഇവിടെ വിളിച്ചു പറയും. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ തടസ്സങ്ങൾ മാറിക്കോളും, അല്ലെങ്കിൽ ആ രോഗം മാറും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ മറ്റു പല ആകുലതകളൊക്കെ നമുക്കുണ്ടായിരിക്കാം.
പക്ഷെ ആ ആകുലതകളുടെ കാരണത്തിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാൾ നല്ലത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളറിയുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് വിട്ടുകൊടുക്കാം. സങ്കീർത്തന വചനം 107:20 പറയാണ്, സ്വർഗത്തിൽ നിന്ന് വചനം വെളിപ്പെടുത്തി വചനമാണ് നമ്മളെ സുഖപ്പെടുത്തുക. അപ്പൊ സ്വർഗത്തിലെ വചനം വെളിപ്പെടുത്തുവാനും ആ വചനത്തിലൂടെ സൗഖ്യം കിട്ടുവാനാണ് നമ്മളിതിനെ ഒരു 10, 15, 20 മിനിറ്റ് സമയം അതിനുവേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളവിടെ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ ശിരസിൽ വെച്ച് കാൽവരിയിലെ കൃപ, ശക്തി, രക്തം, കാൽവരിയിലെ രക്തം കഴുകുവാൻ ഗാഗുൽത്തായിലെ രക്തം കഴുകണമേ, അത് ശിരസ് മുതലുള്ള കാൽ വരെ കഴുകണമേ നമുക്ക് പാടി പ്രാർത്ഥിച്ച് നമ്മളെ സമർപ്പിക്കാം. ഈ സമയത്ത് ഈശോയെ മനസ്സിൽ കാണുക. നമ്മുടെ രോഗപീഠകൾ നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. നമ്മുടെ രോഗത്തിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും നമ്മുടെ വേദനകളിലേക്ക് ഈശോയെ വന്നു. എല്ലാവരും കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് ഈ പാട്ടിനോട് ചേർന്ന് പാടി ഈശോയെ ആരാധിക്കാം. കഴുകണമേ ഈശോയേ എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. ഈശോയേ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. ചെറുപാടാം. ഗാഗുൽത്തായിൽ ചിന്തിയ എന്നെ കഴുകണമേ. പാടുന്നു. ഗാഗുൽത്തായിൽ ചിന്തിയ എന്നെ കഴുകണമേ. ഈശോയേ എന്നെ കഴുകണമേ. ശക്തമായി പ്രാർത്ഥിക്കുന്നു.